പിന്നെ ഞങ്ങൾ മെർമെയ്ഡിനെ കാണാൻ പോയി. നിങ്ങൾ മെർമെയ്ഡിനെ കണ്ടിട്ടുണ്ടോ? മറൈൻ എക്സ്പോയിൽ ചെന്നാൽ മതി, കാണാൻ പറ്റും. കുറേ ആളുകൾ മെർമെയ്ഡിനെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കാർണിവലിൻ്റെ അകത്ത് പോയി. മറൈൻ എക്സ്പോയിൽ തന്നെയുള്ള ഒരു ചെറിയ സ്ഥലത്തിന് ഞാനിട്ട പേരാണ് കാർണിവൽ. ഞാനും എൻ്റെ അനിയത്തിയും അച്ഛനും അമ്മയും കൂടെ അവിടെ കൂടെ പോകുമ്പോഴാണ് കുറേ ഡ്രസ്സുകൾ അവിടെ കാണുന്നത്. എനിക്ക് ഡ്രസ്സുകളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ പാവാടകൾ. എനിക്ക് പാവാടകളെന്ന് വെച്ചാൽ ജീവനാണ്. പിന്നെ സോഫയും അലമാരയും കസേരയും എല്ലാമുള്ള ഒരു വീട് പോലത്തെ ഒരു ഐറ്റം. ഞാൻ ഇച്ചിരി നേരം സോഫയിൽ കയറിയിരുന്നു, നടന്ന് ക്ഷീണിച്ചതല്ലേ. പിന്നെ ബാത്റൂം മാറ്റ് ഉണ്ടായിരുന്നു. ബാത്റൂം മാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തിടാൻ പറ്റുന്ന മാറ്റ്. പിന്നെ ഞങ്ങൾ നടന്ന് പോകുമ്പോഴാണ് അവിടെ മിറർ കണ്ടത്. എനിക്ക് മിറർ ഫോട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ണാടി കണ്ടാലും ഞാൻ ചെന്ന് ഫോട്ടോ എടുക്കും. ഈ കണ്ണാടികളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കളറിങ് സാധനം ഇതെന്തുവാന്ന് മൊത്തത്തിൽ എനിക്കൊരു തേങ്ങയും മനസ്സിലായില്ല. എൻ്റെ അനിയത്തിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് അച്ഛൻ മേടിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ ഊതിയാൽ ഫ്രണ്ടിൽ കൂടെ കളർ വരും. അത് നമ്മുടെ അച്ചടിക്കുന്ന സാധനത്തിന് വെച്ച് കൊടുത്താൽ പുറകിലത്തെ പേപ്പറിൽ അത് അച്ചടിച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. ഈ കുട്ടി ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഇതുപോലെയാണ് എൻ്റെ അനിയത്തി ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം തീർത്തത്. പിന്നെ കോഴിക്കോട്ട് നാടൻ ഹൽവ ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ് കട. എനിക്ക് ചെരുപ്പ്, കമ്മൽ, ഡ്രസ്സ്, മേക്കപ്പ് ഐറ്റംസ് ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് എല്ലാം മേടിക്കാൻ തോന്നും, പക്ഷേ സമ്മതിക്കത്തില്ല. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ കണ്ണാടികൾ അവിടെ കണ്ടത്. കണ്ണാടികൾ, തൊപ്പി, ബാഗ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് കളർ കണ്ണാടി എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇത് 2ാമത്തെ പാർട്ടാണെന്ന്. ചില ഇവിടെയുള്ള ഐറ്റംസൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതറിയാമോ നിങ്ങൾക്ക്? ഞാൻ മറൈൻ എക്സ്പോയുടെ പുറത്ത് ഈ മൈലാഞ്ചി അടിക്കണ ഒരു സാധനം കണ്ടായിരുന്നു. ഇതെന്തോന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇത് കയ്യിൽ അടിച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ട് കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ പഴയകാല മിഠായികളുള്ള ഒരു കടയിൽ കയറി. അവിടെയാണെങ്കിൽ ഒരു വലിയ കടയാണത്. അവിടെയാണെങ്കിൽ പൂൾ മിഠായി, നാരങ്ങ മിഠായി, അങ്ങനെ കുറേ തരം വെറൈറ്റി മിഠായികളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കമ്മൽ കടയിൽ കയറി. എനിക്ക് ഈ കമ്മലെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാൻ തോന്നി. പല നിറത്തിലും രൂപത്തിലും ഉള്ള ജിമിക്കുകൾ ഇവിടെ ഉണ്ട്. എനിക്ക് ജിമിക്കുകളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കിഷ്ടമാണോ? കമൻറ്റ് ചെയ്യൂ. എനിക്ക് ഈ കമ്മലുകളെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ നടന്നപ്പോഴാണ് ഇവിടെ തുമ്പോളിപ്പള്ളിയിലുള്ള പോലെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചത്. തുമ്പോളിപ്പള്ളിയിൽ പോയപ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാണ് ഉണ്ട്. പിന്നെ ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് എൻട്രൻസിലെത്തിയെന്നാണ് തോന്നുന്നത്. കുറേ നടന്നു. ഞങ്ങളങ്ങനെ പുറത്തെത്തിയപ്പോൾ വിശാലമായി കിടക്കുന്ന മണൽ. ഞങ്ങളങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെയാണ് ഫുഡ് കോർട്ട്. ഇവിടെ പലതരം ഫുഡുണ്ട്. സാൻഡ്വിച്ച്, മസാല ദോശ, ബർഗർ, അതുപോലത്തെ കുറേ അധികം ഫുഡ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം. നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ കുറേ അധികം ഫുഡ് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഈ കടയെല്ലാം കത്തിക്കാൻ നോക്കുന്നു. നിങ്ങൾ കണ്ടോ അത്? പിന്നെ ഞങ്ങൾ നടന്ന് പോയപ്പോഴാണ് ഒരു സാധനം കണ്ടത്. ഇത് ഞങ്ങൾ പുറത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പുറത്തുള്ളത് അകത്തുകൊണ്ട് വെച്ചതായിരിക്കുമെന്ന്, പക്ഷേ അല്ല. പിന്നെ ഞാൻ ഇതും കണ്ടു. ഇതും ഞാൻ പുറത്ത് കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊരെണ്ണം മാത്രമേ കാണത്തുള്ളായിരിക്കുമെന്ന്, പക്ഷേ പുറത്തുമുണ്ട്. ഞങ്ങളങ്ങനെ നടന്ന് എൻട്രൻസിലെത്തി. ഞങ്ങളങ്ങനെ ഇനി